ഹലോ. ഹലോ. ഇക്കോയി എന്താടി പെണ്ണെ? എനിക്ക് ബോറടിക്കണക്കാ. ബോറടിക്കണ എൻ്റെ പെണ്ണിന്? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന്? നിങ്ങൾ അന്നൊരു രഹസ്യം പറഞ്ഞില്ലേ, ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട്. അതിനിപ്പോ എന്താ? അതിന്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുതരോ പ്ലീസ്? ഇപ്പൊ തന്നെ കേൾക്കണോ അത്? ഇക്ക പ്ലീസ്. ഞാൻ ആലോചിക്കട്ടെ. നല്ല കുട്ടിയല്ലേ, പ്ലീസ് പ്ലീസ്. അത് അവനാക്കൗടായിപ്പായിരുന്നു. അവന് ഭയങ്കര കള്ളത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്ത്? അവരെന്നോട് പറഞ്ഞില്ലേ, അവളാണ് അവനെ തേച്ചതെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കുറേയൊക്കെ എന്നോട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സത്യമല്ലായിരുന്നടോ. പിന്നെന്താ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അവനാണ് അങ്ങോട്ട് അവൾക്ക് പണിയെടുത്തത്. എന്ത് പണി? ഇവന് ഇവളുമായിട്ട് സ്നേഹത്തിലൊക്കെ ആയിരുന്നു മുന്നേ. പിന്നെ കുറേ കാലം ഇങ്ങോട്ട് മുമ്പിലോട്ട് വന്നപ്പോഴേ ഇവന് ഇവളെ വേണ്ടാന്ന് തോന്നിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവന് കുറച്ച് നല്ല ഇവള് നല്ലോണം അടുക്കുന്നെന്ന് എനിക്ക് തോന്നിയപ്പോഴേ ഇവളെ വേണ്ടാന്നുള്ളൊരു മൈൻഡ് ഇവനിൽ വന്നപ്പോഴേ ഇവൻ അങ്ങോട്ട് അവളോട് പറഞ്ഞ്, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാനൊന്നും സമയമില്ല, എനിക്ക് എൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ പൊക്കോ എന്ന് ഇവളോട് പറഞ്ഞു. അതും ഇവള് നേരിൽ കണ്ടിട്ടാണ് ഇവൻ സംസാരിച്ചത്. അത് ഇവൻ എന്നോട് നേരെ തിരിച്ചാണ് പറഞ്ഞു തന്നത്. ഇവൻ എന്നോട് പറഞ്ഞത് ഇവൾക്ക് അവനെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ അടുത്ത സമയത്ത് ഇവൻ എന്നോട്ട് സംസാരിച്ചായിരുന്നു. അപ്പോഴാണ് ഇവനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ പെണ്ണുമായിട്ട് ഞാൻ ജസ്റ്റ്, എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ. അപ്പോൾ ഞാൻ ഈ പെണ്ണിനെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വിളിച്ചു. അപ്പോൾ ഈ പെണ്ണാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, അതെ ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇവൻ എന്നെ തേച്ചിട്ടാ പോയത്, ഇവൻ എന്നെ പറ്റിച്ചവനാ. എന്നിട്ട് ഇവൻ തന്നെ എന്നെ കുടുക്കിലാക്കുകയും ചെയ്ത്. എൻ്റെ വീട്ടുകാരിപ്പോൾ ഞാൻ പറയണ ഒന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ കുറേ പറഞ്ഞിട്ട് കരഞ്ഞിടോ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവളാടോ. നമ്മൾക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളതിന് മനസ്സുകൊണ്ടല്ലേ സ്നേഹിക്കണം. അതാടോ, നമ്മളെല്ലാവരും സ്നേഹിച്ചാലും പണത്തെക്കാൾ ഉപരി നമ്മൾക്ക് നമ്മുടെ മനസ്സ് തട്ടിയുള്ള സ്നേഹം ഉണ്ടാവേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബന്ധത്തിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവുള്ളല്ലോ. ഞാനിപ്പോൾ എത്ര കൊല്ലമായി നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്, നിനക്ക് ഓർമ്മയുണ്ട്? പിന്നല്ലാണ്ട്. പക്ഷേ ഞാൻ നീയോട്ട് അടികൂടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ ആസ്വദിക്കാറാ പതിവ്. അതെന്താണെന്നറിയോ? എന്താടോ? ഇങ്ങനെ തല്ലൂടി വരുമ്പേ പിന്നെ മിണ്ടൂലേ, അപ്പൊ ഒരു പ്രത്യേക സ്നേഹം. അതേ കണക്കാവണോടോ. നമ്മൾ മനസ്സിൽ ഒന്ന് ചിന്തിച്ചിട്ട് പുറമേ ഒന്ന് കാണിച്ചാലേ എപ്പോഴും അതിനൊരു ബാഡ് ഉണ്ടാവുള്ളൂ റിസൾട്ട്. ഒരിക്കലും അതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മൾ ഒരാളെ പറ്റിച്ചു, പിന്നെ വീണ്ടും അടുത്ത ആൾ പറ്റിച്ചു, അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊരെണ്ണം കിട്ടാതിരിക്കുമോ? അതാണോ നമ്മൾ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിക്കുന്നത്, അതെപ്പോഴും ഉണ്ടാവണം കേട്ടോ. സംശയം ഉണ്ടായില്ലേ? അതിൽ സംശയമൊന്നുമില്ല. എൻ്റെ പെണ്ണിനെ ഞാൻ സംശയിക്കുമോ?